ട്രിപ്പിൾ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. ദ വേൾഡ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഏതായാലും ഒരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് വിദേശത്തൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യണം, പഠിക്കാനായിട്ട് ഏതെങ്കിലും കോഴ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയത്ത് എൻഡായി പോയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോബോ കരിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ ഒരിക്കലും ഇനി നടക്കില്ല, അത് ഉണ്ടായിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലത്തിൻ്റെ പേരിൽ, മറ്റുള്ളവരുടെ എതിർപ്പിൻ്റെ പേരിൽ മാറ്റിവെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടുന്നതും ആകാം. ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു മെസ്സേജ് ടെക്സ്റ്റാണ്. അത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സബ്ജക്ട്സിനെ പറ്റി കൂടുതലായിട്ട് അറിവ് കിട്ടുന്നതും ആയിരിക്കാം. അതാണ് ഈ വേൾഡ് എന്നൊരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. ദ തിങ്കിങ് മാൻ എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റിയുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരുന്നത്. അത് ഏതോ ആകാം കേട്ടോ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകാം, ജോബ്, കരിയർ, എന്തും ആകാം. ഏതായാലും മറ്റൊരാളിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും. നിങ്ങൾക്ക് മറ്റൊരാൾ വഴിയായിട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ്, ഗോഡസ് ആവാം, ആർക്കേഞ്ചൽസ് ആവാം. അവരുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യവും ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ ഒരു ദിവസം 2 ഡിസിഷൻസ് ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിലുണ്ടായേക്കാം. അത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലത്തിൻ്റെ പേരിലായാലും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നേക്കാം. 2 വ്യക്തികൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞേക്കാം. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കാം. ഈ ഒരു അവസരത്തിൽ ഓരോ വഴികളിലെയും നന്മയും തിന്മയും, അതായത് ബെനിഫിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് ഏതൊക്കെയാണ്, പ്രതികൂലമായിട്ട് നിൽക്കുന്ന എന്തൊക്കെയാണ്, അതിനെ തരം തിരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഫേവറായതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് മറ്റുള്ളവരുടെ വാക്കിൻ്റെ പുറത്തല്ല, നിങ്ങൾക്ക് ഫേവറായിട്ടുള്ളത് ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 2 വഴികൾ തുറക്കപ്പെടും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, ഒരു എക്സ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ഇനി വരില്ലെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു മനസ്സിനെ ആ വ്യക്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴും ഏത് സെലക്ട് ചെയ്യണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അപ്പോഴും ഈ 2 വ്യക്തികളെയും തമ്മിൽ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണെന്നും മനസ്സിലാക്കി മാത്രം ഡിസിഷൻ എടുക്കുക. ഇവിടെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളിലെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ദയ അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്ന സിറ്റുവേഷനും നിങ്ങൾക്ക് മുന്നിൽ കിട്ടിയേക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ആ ഒരു സാഹചര്യവും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചേക്കാം.
അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് നിങ്ങൾക്ക് ആരിൽ നിന്നും അങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു നേച്ചറായിരിക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ചില മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതായത് നിങ്ങൾ ചീറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വർദ്ധിക്കുന്നതാണ്. അതായത് അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം മറച്ചു വെച്ചിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് നല്ലതായിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ ഈ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഒരു കാർഡ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും നിൽക്കരുത്. അത് നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.